നമസ്കാരം. ഇതാരാന്നറിയത്? ഇതാണ് മഹാത്മാഗാന്ധി. ഇത് നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടനയെ കുറിച്ചുള്ളതാണ്. ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഇന്ന് കുന്നമംഗലത്ത് ഇസ്മായിലാണ് വേറെ ആളുകൾ. ഇദ്ദേഹത്തിനെ നമ്മൾ ഓർക്കാൻ കഴിയില്ല. ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി ആവേണ്ട ആളായി. അത് ജവഹർലാൽ നെഹ്റു തട്ടിയെടുത്തതാന്ന് പറയുന്നുണ്ട്, അല്ല എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് കരംചന്ദ് എന്നാണ് ഞാൻ പഠിച്ചത്. അദ്ദേഹം കല്യാണം ഉണ്ടായിട്ടില്ല. ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് സത്യാഗ്രഹങ്ങൾ വഹിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പരമ്പരാഗതകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് കുറേ കാര്യങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനത്തെ ഒരു ഡ്രസ്സ് ധരിച്ചു? ഇന്നത്തെ കാലത്ത് ഒരു രാഷ്ട്രീയക്കാരൻ അതുപോലത്തെ ഒരു ഡ്രസ്സ് ധരിച്ചാൽ നമ്മൾ പറയാം ഭ്രാന്താണ്. ഇദ്ദേഹത്തിന് ഞാൻ സെല്യൂട്ട് ചെയ്യുകയാണ്, ബഹുമാനിക്കുകയാണ്. ഇന്ന് കടിപിടി കൂടുന്ന രാഷ്ട്രീയത്തിൻ്റെ പിൻപോക്കക്കാർ അറിയണം. ഇന്ന് അതിനുശേഷം 1949 ആഗസ്റ്റ് 14 രാത്രി 12 മണിൻ്റെയും 2 മണിൻ്റെയും ഇടയിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ഞാൻ പഠിച്ചത്. അതിനുശേഷം ഇന്ന് തലമുറകൾ കൂടുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ടുള്ള പ്രധാനമന്ത്രിയാണെങ്കിലും പരമ്പരാഗതമായി കിട്ടേണ്ട ഒരു സംഭവമൊന്നുമല്ല. എന്നും ക്വാളിറ്റി ഉള്ള ഒരാളാണ് വരുന്നത്. ഇന്ന് ആരാണ് ക്വാളിറ്റി ഉള്ളത്? ആരാണുള്ളത്? എനിക്ക് എന്നും ഉറച്ചേ ഞാൻ പറയും, കോൺഗ്രസ് എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റു, സോണിയാഗാന്ധി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ഇതെന്താ അവരെ പരമ്പര, അവരെ തറവാട് സ്വത്താണോ? ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ പറയണം. ബാപ്പുജി എന്ന് നമ്മളെന്നും സ്നേഹിക്കുന്ന ആൾ ജവഹർലാൽ നെഹ്റു കുട്ടിയോട് സ്നേഹം കാണിച്ച ആളാണ്. ഇന്ന് അതിനുശേഷം 1949 കഴിഞ്ഞ് 2025 ഇന്നും കസാലകൾ വേണ്ടി അടിപിടി കൂടുകയാണ്. സത്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ മണ്ണ് വെട്ടിമുറിച്ച് 100 കഷ്ണമാക്കിയതാണ്. അന്ന് തുടങ്ങിയതാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അക്രമം, അല്ലേ? ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ പറയണം. 1940 എൻ്റെ വല്യുപ്പ ഇസ്മായിൽ കുട്ടി ആജി വാങ്ങിയ സ്ഥലത്തിൻ്റെ ആധാരവും അടിയാധാരവും എൻ്റെ കയ്യിലുണ്ട്. ഇന്നും നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ കുത്തകയാക്കി വെച്ചിരിക്കുന്ന കോൺഗ്രസിൻ്റെ ചില തെമ്മാടികൾ എന്ന് ഞാൻ വ്യക്തമായി പറയും. ഇത് ആരുടെയും തറവാടല്ല. എന്നും ക്വാളിറ്റിയുള്ള പുതുതലമുറക്ക് കൈവരേണ്ട ആവശ്യമായി 2025 ഇന്നും റംഷാദ് ഉറക്കെ പറയുന്നു, മാറേണ്ടത് നമ്മുടെ ചിന്തയാണ്. കാലങ്ങൾ മാറി, കാലത്തിനനുസരിച്ച് മാറണം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.